Hi, this is Uttara. Welcome to another episode of Autumn Leaf, The Big Stage. Music's ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലിമെൻ്റ് ആണ് താളം. താളം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് നമ്മുടെ ഹാർട്ട് ബീറ്റ് തൊട്ട് താളം നമ്മുടെ കൂടെയുണ്ട്. മ്യൂസിക്കിൽ വരുന്ന കർണാട്ടിക് മ്യൂസിക്കിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് താള സിസ്റ്റമാണ് ദ സപ്ത താള സിസ്റ്റം. അതായത് 7 ഡിഫറെൻറ്റ് താളാസ് ഉണ്ട് ഇവിടെ. രൂപക, മധ്യ, ധ്രുവ, ജംപ, ത്രിപുട, അട, ഏക. 7 താളംസിൽ 5 ജാതീസ് ഉണ്ട്. തിസ്ര, ചതുരശ്ര, ഖണ്ഡ, മിശ്ര, സങ്കീർണം. അപ്പോൾ 7 × 5 35 ആണ് നമ്മുടെ 35 ഡിഫറെൻറ്റ് താളംസ്. അതാണ് കർണാട്ടിക് മ്യൂസിക്കിൽ ഏത് പാട്ടെടുത്താലും ഈ ഒരു സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ താള ഫോർമാറ്റ് ഉണ്ടാവുന്നത്. സോ ഇന്ന് ആദ്യം വരാൻ പോകുന്ന പെർഫോമൻസ് ഇസ് ബൈ കപ്പാച്ചി. കപ്പാച്ചിയുടെ മെഡ്ലി റൗണ്ടിലത്തെ സോങ് നമുക്ക് കേൾക്കാം. ഈ കാറ്റഗറിയിൽ ഞങ്ങൾ സെലക്ട് ചെയ്ത പാട്ടുകൾ ഇളയരാജ സാറിൻ്റെ പാട്ടുകളാണ്. അപ്പോൾ 2 പാട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. പാടാതെ പാട്ടെല്ലാം എന്ന് പറഞ്ഞൊരു പാട്ടും പിന്നെ കൺമണി അൻപോട്. പാട വന്ന കാണാത കൺകളെ കാണ വന്ന പേസാത മൊഴിയെല്ലാം പേസ വന്ന ഒരു അക്കപ്പല്ല മൂഡിലാണ് ചെയ്തിരിക്കുന്നത്. വോക്കൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ്. എല്ലാമല്ല ഇൻസ്ട്രുമെൻസും ഉണ്ട്, ഇൻക്ലൂഡിങ് അക്കപ്പല്ല കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് അതിലൊരു ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. സ്റ്റാർട്ടിങ് ചെയ്തിരിക്കുന്നത് പാടാതെ പാട്ടെല്ലാം. അതിനുശേഷം അതിൻ്റെ അനുപല്ലവി മുതലാണ് കൺമണി അൻപോട് സ്റ്റാർട്ട്. തന്നാലെ ആറിപ്പോകും മായമിന്ന് പൊന്മാനെ പൊന്മാനെ. பாடாத பாட்டெல்லாம் பாட வந்தால், காணாத கண்களை காண வந்தால், பேசாத மொழியெல்லாம் பேச வந்தால், பெண் பார்வை நெஞ்சிலே ஆட வந்தால், பெண் பார்வை நெஞ்சிலே ஆட வந்தால், பாடாத பாட்டெல்லாம் பாட வந்தால், காணாத கண்களை காண வந்தால், பேசாத மொழியெல்லாம் பேச வந்தால், பெண் பார்வை நெஞ்சிலே ஆட வந்தால், பெண் பார்வை நெஞ்சிலே ஆட வந்தால். உண்டான காயம் யாவும் தன்னாலே ஆறி போகும் மாயமென்ன பொன்மானே பொன்மானே. என்ன காயமானா போதும் என் மேனி தாங்கிக் கொள்ளும் முந்தன் மேனி தாங்காது செந்தேனே. எந்தன் காதல் என்ன வேண்டும் சொல்லாம ஏங்க ஏங்க அழுகை வந்தது. எந்தன் சோகம் உன்னை தாங்கும் என்றென்னும் போது வந்து அழுகை நின்றது. மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது. கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. பொன்மணி உன் வீட்டில் சௌக்கியமா நான் எங்க சௌக்கியமே. உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது, அதை எழுத நினைக்கையில் வார்த்தை முட்டுது. ஓ கண்மணி
அன்போட காதலன் நான் எழுதும் கடிதமே. ഓട്ടം ലീഫിൽ കാപ്പാച്ചി ബാൻഡിൻ്റെ മെമ്പേഴ്സാണ് നമ്മുടെ കൂടെ ഉള്ളത്. എങ്ങനെയാണ് ഈ ഒരു പേര്? വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പേരാണല്ലോ, എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത? ഞങ്ങളുടെ ഫ്രണ്ടാണ് ഈ ഒരു പേര് സജസ്റ്റ് ചെയ്തത്, കപ്പാച്ചി എന്നുള്ളത്. കപ്പാച്ചി ഈസ് ആക്ച്വലി കഥ പാട്ട് ചിന്ത, അതായത് ക പ ചി എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അങ്ങനെയാണ് ഈ പേര് വന്നത് ബാൻഡിന്. വളരെ ഒരു ഡിഫറെൻറ്റ് പേര് പോലെ തോന്നും, നമുക്ക് വേറെ ഏതോ ലാംഗ്വേജിൽ നിന്നൊക്കെ എടുത്ത പോലെ തോന്നും. പക്ഷെ ഒരു മലയാളം 3 വാക്കുകളുടെ തന്നെ ഒരു ഷോർട്ട് ഫോം, വളരെ നല്ലൊരു പേരാണത്. എപ്പോഴാണ് ബാൻഡ് ഫോം ചെയ്തത്? ബാൻഡ് ഫോം ചെയ്ത് ഇപ്പോൾ ഒരു 6 months ആയി. 6 months ആയിട്ടുള്ളൂ. അപ്പോൾ വളരെ ന്യൂ ആയിട്ടുള്ളൊരു ടീമാണ്. കുറെ കാലമായിട്ട് ഇങ്ങനെ ഫോം ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സാണ്, കാലിക്കറ്റ് തന്നെ ബേസ് ചെയ്തിട്ടുള്ളത്. കാലിക്കറ്റ് തന്നെയാണ് എല്ലാവരും. അപ്പോൾ എന്താ പറയുക, എല്ലാവരും ഒരേ മ്യൂസിക്കൽ ടേസ്റ്റുള്ള ആൾക്കാരായതുകൊണ്ട് ഇങ്ങനൊരു ബാൻഡ് ഫോം ചെയ്യാന്നുള്ളൊരു ആഗ്രഹം, അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങളുടെ ബാൻഡിൻ്റെ ഒരു ജോണർ എങ്ങനെയാണ്? ഇത് കൈൻഡ് ഓഫ് സോങ്സ് ആണ്? ഞങ്ങൾ എല്ലാ ജോണർ സോങ്സും ചെയ്യുന്നുണ്ട്. കൂടുതലും റോക്ക് പ്രോഗ്രഷനൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ്. എവിടെ വെച്ചിട്ടാണ് യൂഷ്വലി പ്രാക്ടീസ് സെഷൻസ് ഒക്കെ ചെയ്യാറുള്ളത്? നമ്മളവിടെ ഒരു സൗണ്ട് സ്റ്റുഡിയോ ഉണ്ട്, മ്യൂസിക് സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാറ്. സാൻഡി സൗണ്ട് എഞ്ചിനീയറാണ്, അപ്പം മൂപ്പരുടെ തന്നെ സ്റ്റുഡിയോ ആണ്. അപ്പം നമ്മളവിടെ വെച്ചിട്ട് എല്ലാവരും ഇരിക്കും, ജാം ചെയ്യും, അങ്ങനെയൊക്കെയാണ്. നിങ്ങളിൽ ആരാണ് കൂടുതലും OC ഒക്കെ വരുമ്പോൾ സോങ്സ് എഴുതാറുള്ളതൊക്കെ? ലിറിക്കൊക്കെ ഇപ്പം ചെയ്തിട്ടുള്ളത് അനു എന്ന് പറഞ്ഞ അവളാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ഇപ്പോൾ കൂടെ ഇല്ല. കാപ്പാച്ചി ബാൻഡിൻ്റെ വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു നമ്മളിപ്പോൾ കണ്ടത്. ഇളയരാജ സാറിൻ്റെ ഹിറ്റായിട്ടുള്ള 2 സോങ്സ് മിക്സ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു പെർഫോമൻസ് തന്നത്. കാപ്പാച്ചിയുടെ പ്രത്യേകത തന്നെ അവരുടെ പേരിലുണ്ട്, കഥ പാട്ട് ചിന്ത, കാപ്പാച്ചി. അത് തന്നെ വളരെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പേരാണ്. സോ ഈ പെർഫോമൻസ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. യൂട്യൂബിൽ പോയി ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. നെക്സ്റ്റ് പെർഫോമൻസ് വരുന്നതിന് മുമ്പ് ലെറ്റ്സ് ടേക്ക് 1 more break. വെൽക്കം ബാക്ക് ടു ഓട്ടം ലീഫ്, ദ ബിഗ് സ്റ്റേജ്. നെക്സ്റ്റ് വരാൻ പോകുന്നത് തേജസ്വ ബാൻഡിൻ്റെ പെർഫോമൻസ് ആണ്. തേജസ്വ ബാൻഡിൻ്റെ 80s and 90s റൗണ്ടിലത്തെ ഒരു ബ്യൂട്ടിഫുൾ പെർഫോമൻസ് നമുക്ക് കാണാം. ഞങ്ങളുടെ ബാൻഡ് ഫോം ചെയ്തിട്ട് ഒരു 6 years എബോ ആവുന്നു. ഞങ്ങൾ കർണാട്ടിക് ബേസ്ഡും പിന്നെ കുറച്ച് കൊമേഴ്ഷ്യൽ സോങ്സാണ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ ഓൺ കോമ്പോസും. ഇതിലുള്ള എല്ലാവരും നമ്മുടെ സ്കൂൾ ഫ്രണ്ട്സും പിന്നെ ഞങ്ങളുടെ സീനിയറായിട്ട് പഠിച്ച ഞങ്ങളുടെ ചേട്ടന്മാരൊക്കെ ഞങ്ങളുടെ ഒരുമിച്ച് നിന്നുള്ളൊരു കൂട്ടായ്മയാണ്. ഇപ്പോൾ ഞാനും ജോബി, സനു എല്ലാവരും മൂവിയിൽ മറ്റുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്. പ്രോഗ്രാമറായിട്ടും അല്ലാതെ ലൈവ് പ്ലേ ചെയ്യാൻ പെർക്കഷനാണെങ്കിലും ഗിറ്റാറാണെങ്കിലും അങ്ങനെ ഒക്കെ പോകുന്നവരാണ്. പലയിടത്തുനിന്നും ഞങ്ങൾക്ക് അങ്ങനെ ഒരു എല്ലായിടത്തും പോയി പ്ലേ ചെയ്ത് അവരുടെ കൂടെ നിൽക്കുമ്പോഴുള്ളൊരു എക്സ്പീരിയൻസും അതൊക്കെ കൂടി ചേർത്താണ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ജാം ചെയ്യുമ്പോൾ പുതിയ പുതിയ ഐഡിയകൾ ഉണ്ടാകാറുണ്ട്. ഇന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കാം, പുതിയ ടോൺസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങളിരുന്ന് അങ്ങനെ സെറ്റ് ചെയ്യാറുണ്ട്. എൻ്റെ ഫ്രണ്ടാണ് ജോബി. അപ്പോൾ കുറേ നാളായിട്ട് ജോബിയും ഞാനുമായിട്ട് ഇങ്ങനെ കുറേ പറയുന്നുണ്ടായിരുന്നു ഒരു പ്രോഗ്രാം ചെയ്യണം എന്നോ അല്ലെങ്കിൽ ബാൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യം. അപ്പോൾ അങ്ങനെ ജോബി എന്നെ ഇൻവൈറ്റ് ചെയ്യുമായിരുന്നു ഇതിനു വേണ്ടി. എൻ്റെ ഒരു ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് ബാൻഡിൻ്റെ കൂടെ പെർഫോം ചെയ്യുക. ആൻഡ് ഇതെൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേജും കൂടെയാണ്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതിനു വേണ്ടി. മലർക്കൊടി പോലെ എന്ന് പറഞ്ഞ സോങ് പഴയ സോങ്ങാണ്. അത് പണ്ട് മുതലേ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സോങ്ങാണ്. കൊടിപോലെ മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചെടുത്ത ഒരു സോങ്ങാണ്. മടിമേലെ മയങ്ങൂ ഇത് ഇവർ നന്നായിട്ട് പ്രോഗ്രാമിങ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. നല്ലൊരു റിസൾട്ട് വരും എന്ന് വിചാരിക്കുന്നു.
ഞാനാരോമലേ വിടർന്നിന്നി നീയൊരു പൂത്താരമായി. മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങൂ നീ എൻ മടിമേലേ മയങ്ങൂ നീ എൻ മടിമേലേ മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങൂ നീ എൻ മടിമേലേ മയങ്ങൂ നീ എൻ മടിമേലേ അമ്പിളി നിന്നെ പുൽകി അമ്പരം പുകി ഞാൻ ഏകമായി അമ്പിളി നിന്നെ പുൽകി അമ്പരം പുകി ഞാൻ ഏകമായി നിറസന്ധ്യയായി ഞാനാരോമലേ വിടർന്നിന്നിൽ നീയൊരു പൊൻതാരമായി ഉറങ്ങൂ കനവു കണ്ടുണരാനായുഷസണയുമ്പോൾ മലക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ കാലമറിയാതെ ജ്ഞാനമയായി കഥയറിയാതെ നീ പ്രതിച്ഛായയായി കാലമറിയാതെ ജ്ഞാനമയായി കഥയറിയാതെ നീ പ്രതിച്ഛായയായി നിൻ മാനമെൻ ധനം നിൻ സുഖമെൻ സുഖം ഇനി വീണ നിൻ രാഗ മണിമാളിക മധുസ്വരം പോലെ മണിസ്വരം പോലെ മയങ്ങൂ ഗാനക്കുടമേലേ മയങ്ങൂ നീ എൻ മടിമേലേ ആരിരോ ആരിരാരാരോ ആരിരോ ആരിരാരാരോ മലർക്കൊടി പോലെ എന്ന് പറഞ്ഞ പാട്ട് ശരിക്കും ഒരു എവർഗ്രീൻ ഹിറ്റാണ്. ജാനകി അമ്മ പാടിയ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ലിറിക്സൊക്കെ ആയിട്ടുള്ള വളരെ എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു കോമ്പസിഷനാണ്. അത് വളരെ രസമായിട്ടാണ് അവർ അവരുടെ രീതിയിൽ ഇവിടെ ഇംപ്രൊവൈസ് ചെയ്ത് പാടിയത്. സോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. യൂട്യൂബിൽ പോയി ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. നെക്സ്റ്റ് പെർഫോമൻസ് വരുന്നതിന് മുമ്പ് വിൽ ടേക്ക് അനദർ ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ഓട്ടം ലീഫ് ദ ബിഗ് സ്റ്റേജ്. ഇന്നത്തെ ലാസ്റ്റ് പെർഫോമൻസ് വരാൻ പോകുന്നത് നമ്മുടെ നൂഡിൽസ് ബാൻഡാണ്. അവർ നാട്ടരാഗത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു മെഡ്ലി റൗണ്ടാണ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് ഈ പെർഫോമൻസിലൂടെ കാണാം.
മകളുടെ പേരോ സംഗീതം. മെറ്റൽ റൗണ്ടിൽ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ കുറച്ച് ക്ലാസിക്കൽ ടച്ചുള്ള സോങ്സാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നാട്ടരാഗത്തിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു 3 സോങ്സാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആരും ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ശ്രുതിയമ്മ എന്ന് പറഞ്ഞൊരു സോങ്ങും നല്ല പ്യുവർ ക്ലാസിക്കൽ ടച്ചുള്ളൊരു സോങ്ങും പിന്നെ ഒരു തമിഴ് സോങ്, ഒരു പഴയ തമിഴ് സോങ്ങാണ്, ഒരു പനിവിഴും മലർവനം എന്ന് പറഞ്ഞൊരു സോങ്ങുണ്ട്. നല്ലൊരു കോമ്പോസിഷനാണ്. പിന്നെ മലയാളത്തിൽ കുറച്ച് എല്ലാവരും കേട്ട് പരിചയമുള്ള തീരം തേടുമോളം എന്ന് പറഞ്ഞൊരു സോങ്ങുണ്ട്. പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കും പ്രണവമല്ലോ നീ. പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കും പ്രണവമല്ലോ നീ. സ്വരസാഫല്യമല്ലോ നീ. ശ്രുതിയമ്മ ലയമച്ഛൻ മകളുടെ പേരോ സംഗീതം. ശ്രുതിയമ്മ ലയമച്ഛൻ മകളുടെ പേരോ സംഗീതം. മൂവരുമൊന്നായി ചേർന്നാലവിടം. മൂവരുമൊന്നായി ചേർന്നാലവിടം. ദേവാമൃതത്തിൻ കേദാരം. மாலை சூடும் மலர் மாலை. சேலை மூடும் இளம் ஜோலை. மாலை சூடும் மலர் மாலை. 20 நிலவுகள் நகமெங்கும் மொழிவிட. இளமையின் கனவுகள் விழியோரம் துளிர்விட. கைகளிடைகளில் நெடுகையில் இடைவெளி குறைகையில் எரியும் விளக்கு சேர்த்து கண்கள் மூடி பனிவிழும் மலர்வனம். உன் பார்வை ஒருவரம் பனிவிழும் மலர்வனம். உன் பார்வை ஒருவரம் இனிவரும் முனிவரும் தடுமாறும் கனிமரம். இனிவரும் முனிவரும் தடுமாறும் கனிமரம். തന്നു ഈണം ചേർത്തു ഞാൻ ഇന്നു നിൻ കാതിൽ പറഞ്ഞു. നീ എന്നെ തൊട്ടു തൊട്ടുണർത്തി. നിന്നങ്കുലികളിൽ ആളിക്കും ഞാനൊരു ചിത്രവിഭഞ്ചികയായ. തീരം തേടുമോളം പ്രേമഗീതങ്ങൾ തന്നു. ഈണം ചേർത്തു ഞാൻ ഇന്നു നിൻ കാതിൽ പറഞ്ഞു.
മലയാളത്തിലും തമിഴിലും ഒരുപാട് നല്ല പാട്ടുകൾ നാട്ടാരാഗത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കുറേ നല്ല സോങ്സ് വെച്ചിട്ടാണ് അവർ ഈ ഒരു ബ്യൂട്ടിഫുൾ കോമ്പസിഷൻ നമുക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്തത്. സോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. യൂട്യൂബിൽ കയറി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോ ഇതുപോലത്തെ നല്ല നല്ല പെർഫോമൻസസ് ഇനിയും നമ്മളുടെ നെക്സ്റ്റ് എപ്പിസോഡ്സിലൊക്കെ വരുന്നുണ്ട്. Monday to Friday 8:30 PM കാണാൻ മറക്കരുത്. This is Uttara Unni signing off from Autumn Leaf, the big stage.